പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ ബിജെപിയുടെ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപിയുടെ പ്രതിഷേധം. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ ഈ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ ബിജെപി പ്രവർത്തകർ മെഗാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിക്ടോറിയ കോളേജിന് മുന്നിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബോർഡിൽ അവർ ഒരു പെന്നും അതുപോലെ തന്നെ മറ്റും വെച്ചുകൊണ്ട് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. റിസൈൻ രാഹുൽ, അതുപോലെ കോഴിയുണ്ട് സൂക്ഷിക്കുക, മാങ്കൂട്ടമുണ്ട് സൂക്ഷിക്കുക തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ ഓരോ ആളുകളും വന്ന് എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ബിജെപിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ജനകീയ വിചാരണ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധം? വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഹൂ കെയേഴ്സ് എന്നാണ്. ഇവിടുത്തെ സഹോദരിമാരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇവിടെ അതിനെ ചോദ്യം ചെയ്യാനും അതിന് താക്കീത് ചെയ്യാനും അതിനെ പ്രതികരിക്കാനും നെട്ടലുള്ള ഒരു സമൂഹമുണ്ട് എന്ന മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നവരെ ഇത്തരം പരിപാടികളുമായി പാലക്കാട് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകും. എംഎൽഎ എന്ന രീതിയിൽ പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ ബിജെപി അനുവദിക്കില്ല എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. ഇത് പൊതുസമൂഹത്തിന് റിയാക്ട് ചെയ്യാനുള്ള ഒരു വേദിയാണ് ബിജെപി ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം പരിപാടികൾ തുടരും. രാഹുൽ രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാട്. പിന്നെന്താ, ഇതിൽ സംശയപ്പെടാനൊന്നുമില്ലല്ലോ. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ചാൽ അത്രയും തടിതപ്പാന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇവിടെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതായത് പൊതുജനങ്ങൾക്കെല്ലാം വന്ന് ഇവിടെ എഴുതാം. ഇവിടെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ കോളേജിന്റെ മുന്നിൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന കാരണം തന്നെ വിദ്യാർത്ഥിനികൾക്കും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. അമർഷം പുറത്തു കാണിക്കാൻ മടിയും ഭയവുമുള്ള ആളുകൾക്ക് വന്ന് എഴുതി വെച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് വി ഹേറ്റ് ക്യാമ്പയിൻ എന്ന രീതിയിൽ പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സമരങ്ങൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സമരങ്ങളും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ തുടരുന്നതാണ്. 100% എംഎൽഎ ഒരു നിമിഷം അയാൾ തുടരാൻ പാടില്ല, രാജിവെക്കണം. രാജിവെച്ചിട്ടില്ലെങ്കിൽ പാലക്കാട് നിയോജകമണ്ഡലത്തെ ഒരു പ്രോഗ്രാമിലും എംഎൽഎ പങ്കെടുക്കാൻ ബിജെപി അനുവദിക്കില്ല. ഏതായാലും ഓരോരുത്തരും അവരുടെ ഓരോ വാക്കുകൾ അല്ലേ. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പല വീടുകളിൽ കയറേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തെളിയിച്ചേക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എന്ന നിലയ്ക്ക് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അദ്ദേഹം രാജിവെക്കുക വേണം. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഏതായാലും ബിജെപിയുടെ പ്രതിഷേധം തുടരുകയാണ്. വിക്ടോറിയ കോളേജിന് മുന്നിലാണ് ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം ഇപ്പോൾ ബിജെപി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം മാത്രമല്ല, രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല. വിവിധങ്ങളായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായി വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ബിജെപി പ്രവർത്തകർ നേതാക്കൾ അറിയിക്കുന്നത്.